പരിസ്ഥിതി ദുർബല നിയമത്തിൽ സർക്കാർ ഭേദഗതിക്കൊരുങ്ങുന്നതായി സൂചന. EFL നിയമം ജനവിരുദ്ധമെന്ന നിലപാടിൽ മന്ത്രി ഷിബു ബേബി ജോൺ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ മന്ത്രിയുടെ നിലപാടിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അതൃപ്തി ഉണ്ട്. കിഫ നേതാക്കൾ വനം മന്ത്രി ഷിബു ബേബി ജോണുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് EFL നിയമം ഭേദഗതി വരുത്താനുള്ള നീക്കമെന്നാണ് സൂചന. 2003 EFL നിയമം ഭേദഗതി വരുത്തിയാൽ ഹെക്ടർ കണക്കിന് വനഭൂമി നഷ്ടമാവും. മന്ത്രി ഷിബു ബേബി ജോൺ കഴിഞ്ഞ ദിവസം വനംവകുപ്പ് ആസ്ഥാനത്ത് വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിരുന്നു. പരിസ്ഥിതി ദുർബല നിയമം ജനവിരുദ്ധമെന്നായിരുന്നു യോഗത്തിൽ മന്ത്രിയുടെ പരാമർശം. മന്ത്രിയുടെ നിലപാടിൽ വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ കടുത്ത അതൃപ്തിയിലാണ്. 2007 പൊന്മുടിയിലെ മെർക്കിസ്റ്റൻ എസ്റ്റേറ്റിന് വേണ്ടി നിയമ ഭേദഗതിക്ക് നീക്കമുണ്ടായെങ്കിലും അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഇടപെട്ട് തടയുകയായിരുന്നു. 2021 കുറ്റ്യാടിയിലെ അഭിരാമി പ്ലാന്റേഷൻ്റെ ആവശ്യപ്രകാരവും EFL നിയമ ഭേദഗതിക്ക് നീക്കം നടന്നു. പ്രതിഷേധത്തെ തുടർന്ന് തീരുമാനം മാറ്റുകയായിരുന്നു. കമൽനാഥ് കേസിൽ സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് 2003 EFL നിയമം ഉണ്ടായത്. EFL നിയമത്തിൻ്റെ കടക്കൽ കത്തിവെച്ചാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെ കേരളം അഭിമുഖീകരിക്കേണ്ടി വരും. സ്വകാര്യ വ്യക്തികൾ വനം കൈയടക്കുമ്പോൾ പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയും തകിടം മറിയും. സർക്കാർ ഇക്കാര്യത്തിൽ ജാഗ്രതയോടെ നീങ്ങുകയാണ് വേണ്ടത്. S. വിനേഷ് കുമാർ, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.